നമസ്കാരം. ഹാജർ പുസ്തകത്തിൽ ഒപ്പിട്ട് ജോലിക്ക് കയറുന്ന പതിവ് സമ്പ്രദായം സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയിറങ്ങുന്നു. ജോലി കിട്ടിയിട്ട് ഒരു റിലാക്സ് ചെയ്യാമെന്ന് കരുതുന്ന സെക്രട്ടേറിയറ്റിലെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തോന്നും പോലെ വന്ന് ഹാജർ ബുക്കിൽ ഒപ്പിട്ട് ജോലിക്ക് കയറാമെന്ന ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കും. നാളെ മുതൽ സെക്രട്ടേറിയറ്റിൽ ഇനി ഹാജർ ബുക്കില്ല. സ്പാർക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പൂർണ്ണമായും നടപ്പാക്കുന്നതോടെ ഹാജർ പുസ്തകം ഒഴിവാക്കുകയാണ്. പഴയ രീതിയിൽ ഹാജർ രേഖപ്പെടുത്തേണ്ടെന്നതിനാലാണ് ഹാജർ പുസ്തകം ഒഴിവാക്കുന്നത്. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പഞ്ചിംഗ് കർശനമാക്കാൻ പല ആവർത്തി ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമാകാതെ വന്നതോടെയാണ് ഹാജർ പുസ്തകങ്ങൾ ഒഴിവാക്കി ഉത്തരവിറക്കിയത്. ഇതോടെ 150 വർഷത്തെ പാരമ്പര്യമുള്ള സെക്രട്ടേറിയറ്റിലെ ഇനി മുതൽ ഹാജർ പുസ്തകം ഇല്ല. സെക്രട്ടേറിയറ്റിൽ സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനെ തുടർന്നാണ് തീരുമാനം. അതേസമയം ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാർ തുടർന്നും ഹാജർ പുസ്തകത്തിൽ തന്നെ ഒപ്പ് രേഖപ്പെടുത്തണമെന്നും പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ദിവസവേതനക്കാർ, ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർ അടക്കമുള്ളവർ എന്നിവർക്കാണ് ഇളവ് സെക്രട്ടേറിയറ്റിൽ ഉള്ളത്. ചീഫ് സെക്രട്ടറി ഒഴികെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം നിർബന്ധമാക്കി കഴിഞ്ഞ വർഷം മേയിൽ സർക്കുലർ പുറപ്പെടുവിപ്പിച്ചിരുന്നു. ബയോമെട്രിക് സംവിധാനം പൂർണ്ണമായും ഏർപ്പെടുത്തിയില്ലെങ്കിലും ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ഗ്രേസ് ടൈം തുടരും. രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് സെക്രട്ടേറിയറ്റിലെ പ്രവർത്തന സമയം. പ്രതിമാസം 300 മിനിറ്റാണ് നിലവിലെ ഗ്രേസ് ടൈം. 1 മണിക്കൂർ വരെ വൈകിയാൽ ശമ്പളം നഷ്ടപ്പെടില്ല. ഇത്തരത്തിൽ 3 ദിവസം മാത്രമേ 1 മണിക്കൂർ വൈകാനാവൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ വൈകിയാൽ ജോലി ചെയ്താലും അത് കാഷ്വൽ ലീവിൽ കുറയ്ക്കും. സെക്രട്ടേറിയറ്റിന് പുറത്തെ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആയ സ്പാർക്കുമായി ബന്ധിപ്പിച്ചിട്ടില്ല. അതിനാൽ വൈകി വന്നാലും ശമ്പളം നഷ്ടമാകുന്ന സാഹചര്യം നിലവിലില്ല. ഉടൻ തന്നെ ഇവിടങ്ങളിലും ഈ സംവിധാനം നിലവിൽ വരും. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ പോക്കുവരവ് നിയന്ത്രിക്കാൻ ആക്സസ് കൺട്രോൾ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും സ്പാർക്കുമായി ബന്ധപ്പെടുത്തുന്നതിനെതിരെ സംഘടനകളുടെ എതിർപ്പുള്ളതിനാൽ ഇത് മരവിപ്പിച്ചിരിക്കുകയാണ്.